മോളുകൂടി എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു മോളെ. നമ്മൾ കുറെ കറങ്ങിയല്ലേ. കുറച്ചു നേരം മോക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതാ ഞാൻ പോവാന്ന് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ആളാകെ മാറി അല്ലേ മോളികൂടി? പിന്നല്ലാതെ സാറേ, സാറിന്റെ കൂടെ നടക്കുമ്പോ ആർക്കെങ്കിലും ക്ഷീണം എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? സാറ് ഫുൾ എനർജി അല്ലേ. ശ്രീനിവാസൻ അതെങ്ങനെ വേണ്ടേ മോളിക്കുട്ടി? രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞാ നമുക്ക് അങ്ങ് വിടാം. ഇപ്പൊ വിട്ടാ സമയം കറക്റ്റ് ആയിരിക്കും. നേരത്തെ നമ്മളൊരു അമ്പലത്തിൽ തൊഴുതില്ലേ, അവിടെ ഒരു ചേച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു. ആനയടിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടുത്തെ വിഷുക്കണി പ്രസിദ്ധാണെന്നാ പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ വെളുപ്പിന് അവിടുന്ന് കണി കണ്ടിട്ട് പോയാലോ? വെളുപ്പിന് വരെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ സംഗതി ഈ ക്ഷേത്രം ഞാനും കേട്ടിട്ടുണ്ട്. അവിടുത്തെ വിഷുക്കണി ബഹുവിശേഷമാ. പിന്നെന്താ സാറേ, കൃഷ്ണന് ആഗ്രഹമല്ലേ, അതും കൂടി ഇനി സാധിച്ചു കൊടുത്തേക്ക്. മോളിക്കുട്ടി ഓർഡർ ഇട്ട് കഴിഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേക്കാം. വെളുപ്പിനെ കണി കാണുന്ന സമയം വരെ നമുക്കിവിടെ എന്തെങ്കിലും ചുറ്റിക്കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആവാം. മോള് ഹാപ്പി അല്ലേ? എനിക്ക് സന്തോഷം. ആ, അതിനേക്കാൾ പ്രധാനം വേറെ എന്താ എനിക്കുള്ള മോളെ? ആനയടിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഓക്കെ. ആദ്യം ഒരു കറക്കം, എന്നിട്ട് ക്ഷീണം തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് നമുക്ക് വിശ്രമിക്കാം. പോരെ? അവിടുന്ന് പോയാൽ മതിയല്ലോ കണി കാണാൻ. എന്താ മോളെ? അത് മതി. എന്നാ വേഗം കഴിക്കേ. അതെ, റൂം എടുക്കുന്നത് നല്ലതാ. അപ്പോ അവൾക്ക് വരാൻ എളുപ്പമായിരിക്കല്ലോ. കിട്ടുന്ന നേരം എനിക്കൊന്ന് ഉറങ്ങാൻ വേണം. സിനി, ആ പാലും സ്നാക്സും എടുത്തേ. അതിൽ ഞാൻ കുറച്ച് ബദാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ബോക്സ് കൂടി ഇങ്ങനെ എടുക്ക. ഞാൻ എടുക്കാം. നീ ഫ്ലാസ്ക് ഒന്ന് തുറക്കാം. സിത്താര എന്താ ഇവിടെ? കൃഷ്ണ എനിക്ക് ശാന്തിയിൽ ജനിച്ച കുട്ടിയാണെന്നാണല്ലോ അവളുടെ ധാരണ. ഒരുപക്ഷെ മോളെ പിന്തുടർന്ന് വന്നായിരിക്കും. ഇനി ഒന്ന് ഷേക്ക് ചെയ്ത്. ഇതകത്തേക്ക് വെച്ചോ. വന്നേ വന്നേ. എന്താ മോളെ, എന്താ നിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ഞാൻ ആകെ പെട്ടു നിൽക്കാമേ. എന്തു പറ്റി? അച്ഛനെവിടെ? അല്ല, ഇത്ര നേരമായിട്ട് നിങ്ങളെന്താ തിരിച്ചെത്താത്തത്? ഞാൻ പറയാം. ദാദാ, അച്ഛന്റെ മോളിക്കുട്ടിയുടെ ഒപ്പം ഞാനിവിടെ. ഈശ്വര, ഇതെന്തൊക്കെയായി സംഭവിച്ചത്? ഇവിടുത്തെ ആചാരവും മുറയൊക്കെ അനുസരിച്ച് ഞാനിന്ന് നവീന്റെ മുറിയിലാണ് ഉറങ്ങേണ്ടത്. അമ്മ പോവാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ? എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ നോക്ക്. ഞാൻ അതിനെ ശ്രമിച്ചോണ്ടിരിക്കുന്ന. എന്തെന്നറിയില്ല, കളരിക്ക് വീട്ടില് ആചാരങ്ങളൊക്കെ നടക്കുമ്പോ അറിയാതെ ഞാൻ ഇവിടെ വന്ന് പെട്ടുപോവാ. അവകാശിയ നാഗദൈവങ്ങൾ അവിടെ എത്തിക്കുന്നത്, അതിനർത്ഥം അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലല്ലോ. നിന്റെ മനസ്സില് നീ ഇപ്പോഴും നവീനെ ഗാഥയ്ക്ക് വിട്ടുകൊടുത്തിരിക്കല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഗാഥ എന്റെ സഹോദരിയല്ലേ? എനിക്ക് പകരം ഗാഥ ഇവിടെ എത്തിയേ പറ്റൂ. ഞാനും മോളിക്കുട്ടിയും അതിനുള്ള ശ്രമത്തിലാ. അമ്മ പേടിക്കല്ലേ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. മോളെ,
ആരോടാ മോളെ സംസാരിച്ചത്? മമ്മിയോടാ? ആ അതെ. ചടങ്ങുകളൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇനി മോള് പോയി കിടന്നുറങ്ങും. ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? അതെന്തിനാ? നവീന്റെ മുറിയിൽ തന്നെ പോയി കിടന്നു. എന്നിട്ട് രാവിലെ കണി കാണാൻ മോള് തന്നെ അവനെ കണിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടത്. അയ്യോ അല്ലമ്മേ. ചെല്ലു കുട്ടി, അവൻ കാത്തിരിക്കാവൂ. എന്നാ പിന്നെ അമ്മ തന്നെ കൊണ്ടുപോയി ആക്കിത്തരാം. വാ. ഏതോ നാളം എങ്ങോ കാറ്റിൽ ഉലയുന്നുണ്ടോ എൻ ചാരയുണ്ടെങ്കിൽ എന്നാലും ഉള്ളാലെ ദൂരങ്ങൾ കൂടുന്നു. ഏതോ നാളം എങ്ങോ കാറ്റിൽ ഉലയുന്നുണ്ടോ എൻ ചാര